ഇതാ പപ്പടം. ചോറിൻ്റെ സൈഡിൽ ഇച്ചിരി പപ്പടക്കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നിറയെ ചോറിനാൻ പറ്റും. ചിക്കനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പപ്പടം എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊക്കെ ചെയ്താൽ മതി. എന്നും പറഞ്ഞിട്ട് ആരും തട്ടിക്കൂട്ട് കറിയാണെന്ന് വിചാരിക്കരുതിട്ടാ. നല്ല വെണ്ണ പോലെ ഒട്ടും വെള്ളമില്ലാതെ അരച്ചതാണ്, തേങ്ങയുടെ എണ്ണയാണത്. തിളച്ചൊന്ന് സെറ്റാവട്ടെ. ഇതായിരുന്നോ നല്ലത്, മീൻകറി ആയിരുന്നു നല്ലത്? എനിക്കിതാ ഇഷ്ടപ്പെട്ടു. മനുഷ്യ, നിങ്ങളെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂലല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് കുക്ക് ചെയ്ത് മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇന്ന് മുറ്റത്ത് വെച്ച് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? ആർക്കും അറിയാൻ വഴിയില്ല. വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾ എങ്ങനെ അറിയാനാ? ഇന്നുണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. പക്ഷേ സിമ്പിളായാൽ പോരാ, പക്ഷെ അത് ഭീകര ടേസ്റ്റുള്ളൊരു കറിയാണ്. നമ്മളെപ്പോഴും കഴിക്കുന്നൊരു സാധനമാണ് ഇത്. കടങ്കഥ പോലെ പറയാനൊന്നുമില്ല. ഇതാ പപ്പടത്തിൻ്റെ കറിയാണെന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ പപ്പടം വറുക്കാറുണ്ട് പലതരത്തിൽ. കീറി വറുക്കും, മുളകിട്ട് വറുക്കും, ഉള്ളി മുളകും ചതച്ച് വറുക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര സ്വാദുള്ള ഒരു കറിയാണ് പപ്പടക്കറി. എനിക്കൊക്കെ ചോറിൻ്റെ സൈഡിൽ ഇച്ചിരി പപ്പടക്കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നിറയെ ചോറിനാൻ പറ്റും. അപ്പോൾ നമുക്ക് പപ്പടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, കുഞ്ഞിലേ മുതൽ ഇതേപോലെ പപ്പടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മിച്ചി പപ്പടം കറി വെക്കണം എന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരുന്ന കറിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. അപ്പോൾ പപ്പടം ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് മുറിക്കണം. അതെ, ഇങ്ങനെ പപ്പടം എടുത്തിട്ട് ഇത് രണ്ടായിട്ട് കീറണം. ഇതിൻ്റെ പരമ്പരാഗതമായ രീതി ഇങ്ങനെയാണ്. എന്നിട്ട് ഈ കീറിയ പപ്പടം ഇല്ലേ, അതിനെ ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇതിനൊരു മടക്ക് വരും, ഇങ്ങനെ മടങ്ങിയിരിക്കും. എന്നിട്ട് ഒരു കത്രിക എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണേ, കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ ഇങ്ങനെ ഈ വണ്ണത്തിൽ ഈ വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും, ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊക്കെ കിടക്കും. അങ്ങനെ കിട്ടണം പപ്പടത്തിന് കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കീറി ഇങ്ങനെ ഇതിനകത്തോട്ട് ഇടണം. ഓക്കെ, അങ്ങനെ ഒരു 10 പപ്പടം കീറിയതാണ് കേട്ടോ. ഇത് വലിയ പപ്പടമായിരുന്നു. അപ്പോൾ 10 പപ്പടം എടുത്തിട്ടുണ്ട്. ഇത് 10 പപ്പടം കീറിയെടുത്തേക്കുന്നതാണിത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മുറ്റത്ത് വെച്ച് കത്തിക്കുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കത്തുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല. ആദ്യം നമുക്ക് പപ്പടം വറുത്തെടുക്കണം കേട്ടോ. ഇനി പപ്പട കറി എന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ പപ്പടം ഇങ്ങനെ മുരിഞ്ഞു തന്നെ ഇരിക്കൂല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലില്ലേ, പോട്ടി എന്നൊക്കെ പറയില്ലേ, അത് വറുത്തരച്ച് കറി വെച്ച പോലെ ഇരിക്കും പപ്പടം കറി വെച്ച് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ നോൺ വെജ് ഒന്നും കഴിക്കാത്ത വെജിറ്റേറിയൻസിന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ എണ്ണ ഒഴിക്കുവാണേ പപ്പടം വറുക്കാൻ. എന്നാ മയില സിരിച്ചിക്കണ്, അണ്ണം പക്കം ഒരസിക്കണ്, യാരെ പാത്ത്. എണ്ണ ചൂടാവട്ടെ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ പപ്പടക്കറി. പപ്പടമേ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. കറിയാകുമ്പോൾ കുറേ കൂടി ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു നേരം ചില പിള്ളേർക്ക് ചിക്കൻ വേണം, അല്ലെങ്കിൽ മീൻ, അങ്ങനെ ഈ ഇച്ചിരി മസാലയുടെയൊക്കെ ടേസ്റ്റ് വേണ്ട പിള്ളേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അന്ന് ചിക്കനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പപ്പടം എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊക്കെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നും പറഞ്ഞിട്ട് ആരും തട്ടിക്കൂട്ട് കറിയാണെന്ന് വിചാരിക്കരുതിട്ടാ, നല്ല സൂപ്പർ കറിയാണ്. ഇതിങ്ങനെ നമ്മൾ ഇത്തിരിച്ചിട്ട് വറുത്ത് കോരി
മാറ്റുവേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പപ്പടം അങ്ങ് ആദ്യം വറുത്ത് കോരി വെച്ചാൽ നമുക്ക് ഈ പാചകത്തിൻ്റെ ഇടയ്ക്ക് ബോറടിക്കുവാണെങ്കിൽ ഓരോന്നൊക്കെ എടുത്ത് തിന്നാം. ഭയങ്കര കണ്ടുപിടുത്തല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ തന്നെ തമാശ പറയുന്നു, ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാ പപ്പടവും വറുത്ത് കോരി എടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് പിച്ചിയൊക്കെ ഇടണം. ഈ നമ്മൾ ഈ ചുരുട്ടിയിട്ട് ആക്കിയത് കൊണ്ട്, ചുരുട്ടിയിട്ടല്ലേ നമ്മൾ അരിഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് കട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കണേ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ്. നമ്മുടെ വീട്ടിലില്ലാത്ത ഒരു സാധനവും ഈ കറിയിൽ വേണ്ട, ഒരു സാധനവും ഇല്ല, എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന കറിയാണ്, നീ പറഞ്ഞിട്ട് വേണ്ടാവും. എന്നാലും ഉണ്ടാക്കാത്തവരിട്ടാണ്. ഇവിടെയുള്ള ആരും ഈ ഇപ്പോൾ ഇതിനകത്തുള്ള ക്രൂവിലുള്ള ആരും കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉള്ളേ. ലാസ്റ്റ് ഇതിൻ്റെ പൊടി വരും, അത് ഇടണ്ട കേട്ടോ. ഇത് 2 തരത്തിലുണ്ടാക്കാം. പപ്പടക്കറി സാധാരണ ഈ മുട്ടയൊക്കെ നമ്മൾ വറുത്തരയ്ക്കാതെ മസാലക്കറി പോലെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാം. തേങ്ങ വറുത്തരച്ചും ഉണ്ടാക്കാം. തേങ്ങ വറുത്തരച്ച ആണ് പപ്പടക്കറിക്ക് നല്ല സ്വാദ് കിട്ടുക. അതാണ് കറക്റ്റ് പപ്പടക്കറി. മറ്റത് ഇങ്ങനെ ഇതേപോലെ ആദ്യം പറഞ്ഞ പോലെ തട്ടിക്കൂട്ട്. അതായത് പറഞ്ഞത് ഇതങ്ങനെ തട്ടിക്കൂട്ടല്ല, ഇതിരിച്ചിരി പണിയുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. തേങ്ങ വറുത്ത് അത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിനി തേങ്ങ വറുക്കാം. അതിന് മുമ്പ് തീ ഒന്ന് സിമ്മിലേക്ക് ഇടണം. കെട്ടുപോകും എന്തോ, നല്ല കാറ്റുണ്ട്. അപ്പോൾ ആ പപ്പടം വറുത്ത ബാക്കി വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങോട്ട് വറുക്കുകയാണ് കേട്ടോ തേങ്ങ. ഇനി അതിന് വേണ്ടിയിട്ട് കഴുകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അങ്ങോട്ട് പപ്പടം വറുത്ത് മാറ്റിയത്. കുറച്ച് വേപ്പല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. വേപ്പല. ഇനി 2 തക്കോലം 2 എണ്ണം, ഒരു 3-4 കഷ്ണം കറുവപ്പട്ട, ജാതിപത്രിയുടെ ഒരിച്ചിരി, ഒരു 5 ഏലക്ക, ഒരു 5-8 ഗ്രാമ്പു, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, ഒരു സ്പൂണോളം പെരിഞ്ജീരകം, ഇത്ര ഇട്ടിട്ടാ. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. ഇനി ഇച്ചിരി സമയം എടുക്കും. ഇത് നല്ല ബ്രൗൺ നിറമായിട്ട് വരണം, എന്നാലേ നമ്മുടെ കറിക്കും നല്ല കളർ ഉണ്ടാവുള്ളൂ. കുരുമുളകൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. തേങ്ങയിലോട്ട് കുരുമുളകൊക്കെ ഇടാം. ഇതിനകത്ത് ഇപ്പോൾ കുരുമുളകില്ല, ഉണ്ട്, പക്ഷെ അതിങ്ങനെ തിരിഞ്ഞെടുക്കണം, വലിയ പാടാണ്. അതുകൊണ്ടത് വേണ്ട. നമുക്ക് കുരുമുളകില്ലാതെ ഉണ്ടാക്കി നിർത്തും, കുഴപ്പമില്ല. ഇനി ഈ തേങ്ങ വറുക്കാൻ നേരത്തില്ലേ, തേങ്ങ ചിരണ്ടി കഴിയൂലേ, തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൊത്തായിട്ട് പോരും. ഇനി അതല്ല, കൊത്ത് വീഴാതെ തന്നെ അല്ലാതെ തന്നെ ചിരണ്ടി എടുത്താലും നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാറിൽ ഇത്തിരിശ തേങ്ങ ഇട്ടിട്ട് എന്ന് പറഞ്ഞ് ഒറ്റടി അടിക്കുമ്പോൾ എല്ലാ തേങ്ങയും, അതായത് ഈ തേങ്ങയുടെ ആ ചിരവിൽ എല്ലാം ഒരേപോലെ ആകും. അപ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങനെ ബ്രൗൺ നിറാവും. അല്ലെങ്കിൽ ചിലത് ഇങ്ങനെ വലുതായി കിടക്കും, ചിലത് എളുപ്പം മൂത്ത് പോകും, അങ്ങനെയൊക്കെ വരും. അത് ഞാനിതേപോലെ എവിടെയോ കണ്ടതാണ് കേട്ടോ. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ, മൂത്തിട്ട് വരാം. ഞാൻ മൂത്തിട്ടില്ല, തേങ്ങ മൂത്തിട്ട് വരാം. അപ്പം നമ്മുടെ തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ. ആദ്യം നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ ചൂടി കിടന്ന് തന്നെ പൊടികളൊക്കെ അങ്ങോട്ട് ചൂടാവും. അപ്പോൾ നല്ല പഴുത്തിരിക്കുകയല്ലേ തേങ്ങ. ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. നമ്മളൊരു 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുരുമുളകൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു
1 സ്പൂൺ മതി. 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഇടാൻ തോന്നും. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയിട്ട് നമുക്കിതിൻ്റെ ഈ ചൂടത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് മൂക്കും, ഈ പൊടികളൊക്കെ. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളിത് സാധാരണ വറുത്തരച്ചെടുക്കണ പോലെ നല്ല മണം വരുന്നു. ഇവിടെയൊക്കെ ഇത് അരച്ചെടുക്കും. നമ്മൾ ഗരം മസാലപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം മുഴുവൻ മസാല എല്ലാം ഇട്ടാണ് തേങ്ങ വറുത്തേക്കണം. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് മസാല നമ്മൾ ഇടുന്നില്ലേ. ഓക്കെ, നമുക്കിത് തൽക്കാലം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അരയ്ക്കാനുള്ള തേങ്ങ റെഡിയാണ്. ഇതൊന്ന് ആറണം. ആറിയതിന് ശേഷം നമുക്ക് ഇതാക്കാം. അപ്പോഴത്തേന് നമുക്ക് സവാളയൊക്കെ വഴറ്റാനുണ്ട്, അതൊക്കെ വഴറ്റി വെക്കാം. മിക്കവാറും ഒന്ന് വെളിച്ചെണ്ണ താഴെ കിടക്കും. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് മാറ്റി വെച്ചു. ഇനി അത് അരയ്ക്കണം, അവിടെ ഇരിക്കട്ടെ. ഒന്ന് ആറിയിട്ട് നമുക്ക് അരയ്ക്കാം. വീണ്ടും നമ്മൾ പാൻ കത്തിച്ചു, എണ്ണ ഒഴിച്ചു. മിക്കവാറും ഇത് താഴെ പോകും. ഇഞ്ചി ഇട്ടു. അപ്പോഴാണ് മനസ്സിലായത് എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ചൊക്കെ ഇടാം കേട്ടോ, ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്. ഇതിനകത്തിപ്പോൾ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒരിടത്തരം കഷ്ണം ഇഞ്ചി, ഒരുണ്ട വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, ഇതൊന്ന് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വന്നു കേട്ടോ, ഒന്ന് ലേശം ചുമന്ന് വന്നു. അപ്പോൾ ദാ വെളുത്തുള്ളി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3 പച്ചമുളക്, ഒരു കുഞ്ഞു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ, ഒരു കുഞ്ഞു സവാള. പിന്നെ അധികവും ഇതിനകത്ത് ഇടുന്നത് ചുവന്നുള്ളിയാണ്. ഇച്ചിരി അധികം ചുവന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് നല്ലോണം വാടണം. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഉപ്പ് ഇതിനകത്തോട്ട് ഇടരുത്. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് നോക്കാം, എന്നിട്ട് പോരെങ്കിൽ കറിയൊക്കെ ആയതിന് ശേഷം പിന്നീട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സവാള വാടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിടാം. അപ്പോൾ ആ നേരത്ത് സവാള വാടി വരട്ടെ. ആ നേരത്ത് ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം. ഇത് നല്ല മഷി പോലെ വെള്ളം തൊടാതെ അരയ്ക്കണം. പണ്ടൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നത് അരകല്ലയിൽ അരയ്ക്കുമായിരുന്നു. ഇപ്പോൾ സുഖമാണ്, മിക്സിയിൽ ഒന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ വരും. അത് വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിയും നന്നായിട്ട് തുടച്ചിട്ട് വേണം ഈ പറഞ്ഞ തേങ്ങ അതിനകത്തോട്ടിട്ട് അരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെ ഇത് കരിയാതെ എല്ലാവരും നോക്കിക്കോ. സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ല മൂത്തൊരു മുരിഞ്ഞ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അറിയാമല്ലോ, ചുവന്നുള്ളിയാണ് ഇതിനകത്ത് അധികം. ഇനി നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ വറുത്തര നല്ല വെണ്ണ പോലെ ഒട്ടും വെള്ളമില്ലാതെ അരച്ചതാണ്, തേങ്ങയുടെ എണ്ണയാണത്. ഇത് ചെറിയ ചൂടുള്ള വെള്ളമാണ്, ഒരുപാട് ചൂടില്ല. ഇച്ചിരി ചൂടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. തീ കൂട്ടി വെക്കാം നമുക്ക്. നമ്മൾ പപ്പടവും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇത് നോക്കിയാൽ മതി, ഉപ്പ് നോക്കിയാൽ മതി. കാരണം പപ്പടത്തിൻ്റെ ഉപ്പ് ഇതിനകത്ത് വരും, ചിലപ്പോൾ ഇടേണ്ടി വരും.
എനിക്ക് ഈ മണം ഇഷ്ടമാണ്, വറുത്തരയുടെ മണം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം ഇതിന് ഇതുണ്ട്, ഉപ്പുണ്ട്. അപ്പോൾ ഇനി ഇടേണ്ടി വരില്ല എന്ന് തോന്നണു. ഒന്നതിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടി. അപ്പോൾ അതാ തിളച്ചു. ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഇടാം. എങ്ങാനും ഇത് വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ, ഇത് കുഴമ്പ് പോലെ ഇരിക്കുന്ന കറിയാണ്, എങ്ങാനും ഇതേപോലെ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഈ പപ്പടമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വെള്ളം വലിച്ചെടുക്കും. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെന്തതാണ്, എന്നാൽ അതൊന്ന് ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കണം. ഇതാണ് പപ്പടക്കറി. അപ്പോൾ പപ്പടക്കറി എന്ന് പറയുമ്പോഴത്തേനും നിസ്സാരം. പപ്പടം 2-3 വറുത്തം കൂടെ ഉണ്ടാക്കിയാൽ പോരെ എന്നല്ല, സമയം എടുത്ത് തന്നെ അതും ചെയ്യണം, എന്നാലേ അതിന് ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അത്ര എളുപ്പം തീരുന്ന കറിയല്ല കേട്ടോ. അപ്പോൾ ഒന്നിത് തിളച്ചൊന്ന് സെറ്റാവട്ടെ. നമുക്കൊരു 5 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് എണ്ണയൊക്കെ തെളിയണം. അപ്പോൾ ദേ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ പപ്പടക്കറി സെറ്റായിട്ടുണ്ട്. കണ്ടോ? ഇനിയാണ് പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ അവശേഷിക്കുന്നത്. ഇതിനി ആരുടെയൊക്കെ കാല് പിടിച്ചാലാണോ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടുന്നത്. ഞാൻ എന്താ ഒരു കുഞ്ഞു ബൗളിലാണ് ഇതങ്ങനെ. ഇത് മാത്രമായിട്ട് തിന്നേണ്ട കറിയല്ല, ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതാണ്. കണ്ടോ, നല്ല കുഴാന്ന് പിന്നെ കുഴമ്പ് പോലെ ഇരിക്കുവേ. ആര് വരും പപ്പടക്കറി ടേസ്റ്റ് ചെയ്യാൻ? കണ്ടാ, നമ്മുടെ ബാവുച്ചായൻ മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ്റെ മീൻകറിയിൽ ലാലേട്ടൻ വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ കണ്ടത് ബാബുവണ്ണനെയാണ്. ബാബുവണ്ണനെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വാ. അപ്പോൾ ബാബുവണ്ണൻ കഴിച്ചിട്ടുണ്ടോ പപ്പടക്കറി? ആദ്യമായിട്ടാണ്. എൻ്റെ കൈ പൊള്ളുണ്ട് ബാബുവണ്ണ. നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. കൊള്ളാവോ? ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണം. ശരിക്കും കുടൽ കറി കഴിച്ചിട്ടുണ്ടോ? കുടൽ ഇല്ല. അത് കഴിച്ചവർക്ക് ഇത് പെട്ടെന്ന് സിമിലറായിട്ട് തോന്നും. ഇപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടും. പിന്നെ നോൺ വെജ് കഴിക്കാത്തവർക്ക് അതിന് ആഗ്രഹം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ചോറിന് ബെസ്റ്റാണ്. ഇച്ചിരി ചോറും കൂടി എടുത്താലോ? എന്നാ പറ, ഇതായിരുന്നോ നല്ലത്, മീൻകറി ആയിരുന്നോ നല്ലത്? എനിക്കിതാ ഇഷ്ടപ്പെട്ട. വെറൈറ്റി ഉണ്ട്, നല്ല മനുഷ്യ. നിങ്ങളെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല്ലോ. മതി. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഇനിയും വേറെ ഡിഷൊക്കെ ആയിട്ട് വരും. അതുവരേക്കും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് യൂട്യൂബിൽ കാണാം. ബൈ.